റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കൻ ഇടപെടൽ. അമേരിക്ക നൽകിയ മിസൈലുകൾ റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ ബൈഡൻ അനുമതി നൽകി. ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം പ്രയോജനപ്പെടുത്താനാണ് അനുമതി. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ നമ്മൾ വ്യക്തമാക്കിയതുപോലെ അമേരിക്കയുടെ ഒരു അനുമതിയാണ് യുക്രൈന് ലഭിച്ചിരിക്കുന്നത്. അമേരിക്ക നൽകിയ മിസൈൽ സംവിധാനങ്ങൾ, അതായത് അമേരിക്ക യുക്രൈന് നേരത്തെ നൽകിയ മിസൈൽ സംവിധാനങ്ങൾ മീഡിയം റേഞ്ച് ഏതാണ്ട് 300 കിലോമീറ്ററോളം മേഖലയിൽ പ്രഹരശേഷിയുള്ള മിസൈലുകൾ റഷ്യക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ യുക്രൈനെ അമേരിക്ക നൽകിയിരിക്കുന്നത്, ബൈഡൻ നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു അനുമതി ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രത്യാക്രമണം നടത്താനുള്ള ഒരു നീക്കം യുക്രൈന് സാധ്യമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് വലിയൊരു ആഘാതത്തിലേക്ക് കൂടി വിഷയങ്ങൾ ചെന്നെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും വിദേശ ആയുധങ്ങൾ ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങൾ പ്രയോഗിക്കാൻ യുക്രൈന് അനുവാദം നൽകുകയാണെങ്കിൽ അത് നാറ്റോ ഇടപെടലായി കണക്കാക്കുമെന്ന് തന്നെയാണ് റഷ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു മൗനാനുമതി എന്ന രീതിയിൽ തന്നെ ജോ ബൈഡന്റെ ഭാഗത്ത് നിന്ന് യുക്രൈൻ അനുകൂലമായൊരു നിലപാടുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ആക്രമണത്തിലേക്ക് യുക്രൈൻ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. വോളോഡിമർ സെലൻസ്കി അത് തന്നെയാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും വലിയൊരു യുദ്ധത്തിലേക്ക് റഷ്യ നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ വലിയൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമെന്നൊരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് നാറ്റോ ഇടപെടലായി ഇതിനെ കണക്കാക്കുമെന്ന് തന്നെയാണ് മുൻപേ തന്നെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നാറ്റോ ഇടപെടലായി ഇതിനെ കണക്കാക്കുകയാണെങ്കിൽ ശക്തമായ പ്രത്യാക്രമണം നാറ്റോ അംഗരാജ്യങ്ങൾക്ക് നേരെ പോലും ഉണ്ടായേക്കാവുന്ന സാധ്യത കൂടി റഷ്യ മുൻകൂട്ടി പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ ഒരു ആക്രമണത്തിന്റെ സാധ്യത ഇപ്പോൾ മുൻകൂട്ടി കാണുന്നത്. അതിനിടയിൽ തന്നെ അടിയന്തരമായ ഇടപെടലുകൾ മറ്റു രാജ്യങ്ങൾ നടത്താനുള്ള നീക്കവും നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ യുക്രൈൻ അനുകൂലമായ ഒരു നിലപാട് ജോ ബൈഡൻ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ദൃശ്യ ജോസാണ് വിവരങ്ങൾ നൽകിയത്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അമേരിക്ക നൽകിയ മിസൈൽ റഷ്യക്കെതിരെ പ്രയോഗിക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം പ്രയോജനപ്പെടുത്താനാണ് അനുമതി.